ഹായ് ഫ്രണ്ട്സ്, സായിഫ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്ന് അമൃതം പൊടി കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം അമൃതപ്പൊടി എടുക്കാം. പിന്നെ തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു അര സ്പൂണ് ഒരു ചെറിയ ജീരകം, ഒരു 1/4 സ്പൂൺ മതി ചെറിയ ജീരകം. കറുത്ത കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എള്ളുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ആവശ്യത്തിനൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ കുഴച്ചെടുക്കാം. നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ട് ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. ശർക്കര പാനി ചൂടോടെ ഒഴിക്കണം കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ ഒന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. നല്ല പോലെ ഇത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മളിതിങ്ങനെ കുഴച്ച് ബോളാക്കി എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് ലേശം ഓയിൽ നമ്മളുടെ കയ്യിലിങ്ങ് കൈമാക്കിയിട്ട് നമുക്ക് നല്ല പോലെ ബോളാക്കി എടുക്കാം. ഞാൻ ഇതുപോലെയുള്ള ബോളുകളാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഏത് വലിപ്പത്തിലും ബോളുകളാക്കി എടുക്കാം. ഞാൻ ഇതുപോലെയുള്ള ബോളുകളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാതും ഇങ്ങനെ ബോളുകളാക്കി വെക്കാം. ഞാൻ ഇതുപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അത് എടുക്കാം. അപ്പം നമ്മളെ ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. ഇതിങ്ങനെ നെക്കി നോക്കുമ്പോൾ താഴ്ന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയതാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.